അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത 38-ാം സൂറത്ത് 30-ാമത്തെ ആയത്ത്. ദാവൂദിന് സുലൈമാന് പുത്രനായി വന്നു. രണ്ടുപേരും നല്ലവരാണ്, രണ്ടുപേരും തൗബ ചെയ്യുന്നവരായിരുന്നു. സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ കഥയാണ് ഇനി. സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ 3 കാലിൽ നിൽക്കുന്ന കുതിരകളെ പ്രദർശിപ്പിച്ചു. അതായത് ലക്ഷണമൊത്ത കുതിര എന്ന് പറഞ്ഞാൽ ഒരു കാലം മടക്കി പിടിച്ചാൽ നിൽക്കുക. അപ്പോൾ സകല തികഞ്ഞ സൂപ്പർ കുതിരകളെ ഈ ജിഹാദിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അതിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അതിനൊക്കെ തൊടും തടവിയൊക്കെ നടന്നപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഓട്ടം തിരിച്ചു വരുന്നത് ഇപ്പോഴത്തെ രീതി പറയുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന പരേഡിൻ്റെ ഒക്കെ സമയത്ത് തോക്കും കുന്നും കൂടെ ചക്രമൊക്കെ ആയിട്ട് ആർമി, നേവി, എയർഫോഴ്സുകാരൊക്കെ പോകാറുണ്ട്. അതുപോലത്തെ ഒരു പരിപാടി, പട്ടാള പരേഡ് രാജാവിൻ്റെ മുമ്പിൽ. അതാണ് നടന്നത്. അങ്ങനെ നടന്നപ്പോൾ അസ്ർ നിസ്കരിക്കാൻ മറന്നുപോയി. തിരക്കിൽ സൂര്യൻ താഴുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അവയൊക്കെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, എന്നിട്ട് അവയുടെ കണങ്കാലും കഴുത്തും, അതായത് ഒരു കാലും കഴുത്തും വെട്ടി എന്നാണ് പറയുന്നത്. ഇതിന് മിക്ക ഇമാമിങ്ങളും എതിരാണ്. നിസ്കാരം മറന്നുപോയി, അതിന് കുതിരകളുടെ കൈയും കാലും വെട്ടേണ്ട കാര്യമില്ല ഒന്ന്. പിന്നെ ഒന്ന് നബിയാണ്, തെറ്റ് ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ ഈ കുതിരകൾ വല്ല പിശാചുകളും ആയിരുന്നിരിക്കണം. അതല്ലെങ്കിൽ യാതൊരു സാധ്യതയില്ല, ഒരു നബി അങ്ങനെ ചെയ്യില്ല. പിന്നെ വേറെ കാര്യം, മസ്ഹ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മസീഹ് എന്നൊക്കെ പറയുന്ന മസീഹ് ഈസ, തടവുക, തിരുമ്മുക എന്നൊക്കെ അർത്ഥം കൂടി ഈ വാക്കിന് ഉണ്ട്. വാളുകൊണ്ട് വെട്ടുക എന്ന് മാത്രമൊന്നുമല്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ തിരുമ്മുക, തടവുക, മസാജ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മിക്ക ഇമാമിങ്ങളും പറയുന്നു അദ്ദേഹം അതിൻ്റെ കഴുത്തിലും അതിൻ്റെ കാലിലൊക്കെ തടകി. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഉപയോഗിക്കാനുള്ള കുതിരകളാണ്, അപ്പോൾ വെറുതെ അങ്ങനെ കൊന്നു കളയേണ്ട കാര്യമില്ല. ഇത് പക്ഷേ ഒരു തർക്ക വിഷയമായ കാര്യമാണ്. എല്ലാവരും പറയുന്നത് കാല് വെട്ടി കഴുത്തും വെട്ടി എന്നാണ് പറയുക വളരെ എളുപ്പത്തിന്. പക്ഷേ പൊതുവെ പലരും ഇതിനെ എതിർക്കാറുണ്ട്. ഒരു നബിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല.